ഇന്ന് ഞാനും എൻ്റെ സിസ്റ്ററും കൂടിയും പുറത്തിറങ്ങിയതാണ് കേട്ടോ. കുറച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. പിന്നെ ആദ്യം തന്നെ ഞങ്ങൾ പോയത് അവൾ ഡ്രൈവിംഗ് ലൈസൻസിന് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഫോം വാങ്ങിക്കാൻ വേണ്ടി ഡ്രൈവിംഗ് സ്കൂളിൽ പോയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്തിട്ടു. അതായത് ഐ ടെസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ പോയത്. ടെസ്റ്റ് ചെയ്തു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ ജ്വല്ലറിക്കാണ് പോയിട്ടുള്ളത്. നമുക്ക് വെള്ളീൻ്റെ ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ വാങ്ങിക്കുന്നത്. അത് താത്തൻ്റെ മോൻക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ അവിടെ നിന്ന് മോഡലും കാര്യങ്ങളൊക്കെ നോക്കി. അത് കഴിഞ്ഞ് നമുക്ക് ഇഷ്ടപ്പെട്ടത് നമ്മൾ എടുത്തു. അവിടുന്ന് പോന്നിട്ട് അത് കഴിഞ്ഞ് നേരെ ഒരു ഫാൻസി ഷോപ്പിലേക്കാണ് പോയത്. അവിടുന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങി. അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുമ്പോഴാണ് ഈ ഒരു ഫ്രഷ് ഫ്ലവർ കണ്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മറ്റേ ഷോപ്പിൽ നിന്ന് കിട്ടാതെ നമ്മളിതാ വേറെ ഒരു ഫാൻസിയിൽ കയറിയിട്ട് അവിടുന്ന് വാങ്ങി. അത് കഴിഞ്ഞ് നമ്മൾ പരാഗിക്കാണ് പോയത്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കൊറിയൻ സ്കാർഫ് ഉണ്ടല്ലോ. അപ്പം നമ്മളതൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അവിടുന്ന് തുണിയെടുത്തിട്ടോ. നമ്മൾ തുണിയെടുത്ത് അതുപോലെ തന്നെ അതിനാവശ്യമായ ലേസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. അവിടെ ഭയങ്കര നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അതായത് വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. നമുക്ക് തുണി എടുത്ത് ചെയ്യാൻ അറിയുന്നവർക്കൊക്കെ നല്ലതാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് നമ്മൾ എപ്പോഴും പോകുന്ന ഒരു സ്ഥലമാണ്. ഞാൻ വീഡിയോ ഇടുന്നതിൽ കൂടുതലും ഈ പോകുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഇതെല്ലാവർക്കും അറിയാം. കേക്ക് സ്റ്റുഡിയോ ഒക്കെ ആണ് കേട്ടോ. അവിടെ പോയിട്ട് നമ്മളിതാ എപ്പോഴും പല ഐറ്റംസ് കഴിക്കാൻ വേണ്ടി പോയാലും അവിടെ എത്തുമ്പോൾ നമ്മൾ പറയൽ വേറെ എന്തെങ്കിലും ഐറ്റംസ് കഴിക്കാൻ വിചാരിച്ച് പോകുമായിരിക്കും. പക്ഷേ നമ്മൾ പറയൽ ലോഡർ ഫ്രീസ് ആണ്. ഒരുപാട് തവണ നമ്മൾ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാണ് ഇത്. അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടം. അവർക്ക് നല്ലോണം കഴിക്കൂട്ടോ ലോഡർ ഫ്രൈസ് ഒക്കെ. അങ്ങനെ നമ്മൾ വന്ന് അത്യാവശ്യം ടൈം അവിടെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഓർഡർ ചെയ്തിട്ട് കിട്ടാൻ ഭയങ്കര ടൈം എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവിടുന്ന് നമ്മൾ ഫുഡ് കിട്ടി. അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് സാവകാശമാണ് കേട്ടോ നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായത്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എല്ലാവർക്കും ഇവിടുത്തെ ഇഷ്ടപ്പെടണമെന്നില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് തവണ അവിടെ പോയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നേരെ താഴെയുള്ളൊരു ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് കേട്ടോ നമ്മൾ പോയിട്ടുള്ളത്. അവിടുന്ന് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞു. നമ്മൾ ബില്ലൊക്കെ അടിച്ചതിന് ശേഷം പിന്നെ നമ്മളിതാ ഓട്ടോ വിളിച്ചിട്ട് നേരെ നമ്മളെന്താണ് വീട്ടിലേക്ക് പോവാണ് കേട്ടോ ചെയ്തത്. വഴിയിൽ ഞങ്ങൾ ആ ടെസ്റ്റിൻ്റെത് നമ്മൾ ഡ്രൈവിംഗ് സ്കൂൾ